ശ്രീ ബി രജി നോക്കൂ, മുൻപ് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പുറത്താക്കി എന്നുള്ള വാർത്തകൾക്ക് പിന്നാലെ കേരളം ഒന്നടങ്കം ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിന് വേണ്ടാത്ത ഒരാളെ നാട് എന്തിന് MLA ആയി ചുമക്കണം എന്നുള്ളത്. വാസ്തവത്തിൽ ഇപ്പോൾ ഇത് VD സതീശന്റെ കാര്യത്തിലും ശരിയാണെന്ന് തോന്നുകയാണ്. ഇന്നത്തെ പാർലമെന്ററി പാർട്ടി യോഗം കൂടി കഴിയുമ്പോഴും കോൺഗ്രസിന് അദ്ദേഹത്തെ വേണ്ട എന്ന നിലയിലുള്ള വിമർശനങ്ങൾ വ്യാപകമായി ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഒരാളെ നാട് ചുമക്കണോ എന്നുള്ള ചോദ്യം അത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ സരിൻ പറഞ്ഞതുപോലെ VD സതീശൻ എന്ന നേതാവ് കുറച്ചു കാലമായി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്? അത് കോൺഗ്രസ് ആയാൽ പോലും എന്താണ്? ശ്രീ ബി രജി, എങ്ങനെയെങ്കിലും ഈ കേരളത്തിന്റെ മതനിരപേക്ഷ ചേരിയെ തമ്മിൽ തല്ലിച്ച് അതിൽ നിന്നും ഈ ചോര കുടിക്കുന്ന മുട്ടനാടാകാൻ സാധിക്കുമോ എന്നുള്ളതല്ലേ? നോക്കൂ, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തിയ വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ? അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയവർ എന്നാണ് പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിച്ചത്. ഇന്നിപ്പോൾ അതിന്റെ യാഥാർത്ഥ്യമൊക്കെയും നമ്മുടെ മുന്നിൽ വ്യക്തമായി നിൽക്കുന്നില്ലേ? അദ്ദേഹം മാപ്പ് പറഞ്ഞ പ്രസ്താവന പിൻവലിക്കണ്ടേ? ശ്രീ ബി രജി, അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയുണ്ടല്ലോ, അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി പറഞ്ഞ ഒരൊറ്റ വാചകം കേൾക്കുമ്പോൾ വളരെ ലളിതമാണ്. പക്ഷേ അതൊരു വിഭാഗത്തിനുണ്ടാക്കിയിട്ടുള്ള പോറൽ താങ്കൾക്കറിയാമോ? ഇപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ ആ പ്രസ്താവന തിരുത്തണ്ടേ അദ്ദേഹം? എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? എത്ര വാസ്തവ വിരുദ്ധമായ ഒരു പ്രചരണ തന്ത്രമാണ് ഇത്തരത്തിൽ ഈ കേരള സമൂഹത്തിലേക്ക് ഇതിൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിപ്പെടുന്നത് എന്നാലോചിച്ചിട്ട് എനിക്ക് അതിശയം തോന്നുന്നു. ഇതൊന്നും അസിത ഇങ്ങനെ പല 3-4 പോയിന്റുകൾ ഒരു ചരടിൽ കോർത്ത് വെച്ചുകൊണ്ട് ഇത് പറയുകയാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൽ അർപ്പിതമായിരിക്കുന്ന അല്ല ശ്രീ ബി രജി, അത് വിശദീകരിക്കാം. താങ്കൾ വാസ്തവ വിരുദ്ധം എന്ന് പറഞ്ഞത് ഏതാണ്? ഈ പ്രസ്താവന VD സതീശൻ പറഞ്ഞിട്ടില്ല എന്ന അർത്ഥത്തിലാണ്. VD സതീശനെ കേരളത്തിൽ വേണ്ട എന്നൊരു പദപ്രയോഗം നടത്തിയിരുന്നല്ലോ. കേരളം എതിർക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ അദ്ദേഹം എന്താണ് മതനിരപേക്ഷ ചേരിക്ക് ഞാൻ ആവർത്തിച്ചു നിൽക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹം പറയില്ലല്ലോ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയെന്ന്. നോക്കൂ, അത് അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഓരോ നിമിഷവും അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദുരൂഹതകൾ തെളിഞ്ഞു വരട്ടെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. ഒരു മിനിറ്റ്, ആ ദുരൂഹത തെളിഞ്ഞു. അയ്യപ്പന്റെ സ്വർണം സർക്കാരോ ദേവസ്വം ബോർഡോ അടിച്ചു മാറ്റിയിട്ടില്ല എന്ന ദുരൂഹത തെളിഞ്ഞു. അപ്പോൾ ആ പ്രസ്താവന ഉണ്ടാക്കിയ വിള്ളൽ അദ്ദേഹം പരിഹരിക്കണ്ടേ? അതിന് ഉത്തരവാദിത്തമില്ലേ പ്രതിപക്ഷ നേതാവിന്? അങ്ങ് ദയവായിട്ട് മറ്റു ചാനലുകളും കൂടി അതിൽ വരുന്ന വാർത്തകളും കൂടി ഒന്ന് വീക്ഷിക്കണം. അപ്പൊ അതിൽ പലതും പല തരത്തിലുള്ള അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിട്ടുള്ളതും അവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതും അയാൾക്ക് ശബരിമലയുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ചും ഒക്കെ ധാരാളം ദുരൂഹതകൾ ഓരോ നിമിഷവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലെ ഒരു തെളിവ് വരട്ടെ, അതിൽ ഒരു തെളിവ് വരട്ടെ. അതിനുശേഷം നമുക്ക് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ കോൺഗ്രസ് എന്ന മതേതരത്വ നിലപാട് സ്വീകരിക്കുന്ന ജനാധിപത്യ പാർട്ടിയുടെ ഏറ്റവും ശക്തനായ തീരുമാനങ്ങൾ ഉറച്ച മനസ്സോടെ എടുക്കുന്ന ആളാണ് ഇന്ന് കേരളത്തിൽ കോൺഗ്രസിന്റെ UDF-നെ നയിക്കുന്ന ബഹുമാന്യനായ ശ്രീ VD സതീശൻ. അദ്ദേഹത്തിന് രാഷ്ട്രീയമായി അതിന്റെ എതിരാളികൾ നേരിടും, സ്വാഭാവികമാണ്. അദ്ദേഹം ആ രാഷ്ട്രീയ എതിരാളികളുടെ വിമർശനത്തിന് പാത്രമാകും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അത് ഒരു ജനാധിപത്യ ചേരിയുടെ രാഷ്ട്രീയ എതിർചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തെ ഈ നിലയിൽ ചോദ്യം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ചോദിക്കുന്നത് ഇന്ന് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം VD സതീശന് ധാർഷ്ട്യമാണ് എന്നതാണ്. കാര്യം പറയുമ്പോൾ VD സതീശന് ധാർഷ്ട്യമാണ് എന്ന് നേതാക്കൾ ഒറ്റക്കെട്ടായി പറഞ്ഞ് ആ യോഗം പൂർത്തീകരിക്കാനാകാതെ പിരിച്ചുവിടേണ്ടി വന്നു. അറിഞ്ഞിരുന്നില്ലേ താങ്കൾ? അതൊക്കെ വാസ്തവ വിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിച്ച് പടച്ചു വിടുകയല്ലേ ഇലക്ഷൻ എടുക്കുമ്പോൾ. ഇത് നോക്കൂ, കടക്കു പുറത്ത് എന്ന് പറഞ്ഞ ഒരു ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ് നമുക്ക് കേരളത്തിലുള്ളത്. ഇവിടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉൾപാർട്ടി ജനാധിപത്യമാണ്. അവർക്ക് എന്തെങ്കിലും അവരുടെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യുന്നതിൽ എന്താണ് തടസ്സം? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, CPM-ന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഈ വർഷം ആദ്യമാണെന്നാണ് എന്റെ ഓർമ്മ. ഈ വർഷം ആദ്യമാണെന്ന് എന്റെ ഓർമ്മ. CPM-ന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നപ്പോൾ അവിടെ PWD മിനിസ്റ്ററും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ഒരു തർക്കമുണ്ടാകുകയും അതിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇടപെടുകയും ചെയ്ത വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് അവരുടെ അന്ന് ആ വാർത്തയെ CPM-നകത്ത് കലഹമെന്നല്ലേ നിങ്ങൾ പ്രചരിപ്പിച്ചത്? അല്ലാതെ ഈ ജനാധിപത്യ പാർട്ടിക്കകത്തുള്ള ചോദ്യം ചെയ്യാനുള്ള അവകാശം എന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ? അത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ VD സതീശനെതിരെ നടന്നത്. നോക്കൂ, CPM-ൽ നിൽക്കുന്ന ഉൾപാർട്ടി ജനാധിപത്യമുണ്ടല്ലോ, ഏത് തരത്തിലുള്ള വിമർശനമായിരുന്നു കഴിഞ്ഞ ഈ ഡിസംബറിലും ഒക്കെ ഉണ്ടായത്. 2024 ഡിസംബറിലൊക്കെ അങ്ങേയറ്റം നവകേരള സദസ്സ് ദൂർത്താണെന്നും മുഖ്യമന്ത്രിക്കെതിരെ എത്ര ശക്തമായ വിമർശനങ്ങളാണ് പാർട്ടിയിലെ ചട്ടക്കൂടൽ ചർച്ചകളിൽ ഉയർന്നു വന്നത്.
അത്തരത്തിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ അവർ സൗഹൃദത്തോടെ ഏതെങ്കിലും രീതിയിൽ സംസാരിക്കുന്നു എന്ന് കരുതി അതിനെ പർവ്വതീകരിച്ച് കാണിച്ച് അവാസ്തവമായ വാർത്തകൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം താങ്കൾ അടിയുറച്ചൊരു കോൺഗ്രസ് അനുഭാവിയാണ്. താങ്കൾ CPIM-ന്റെ ഉൾപാർട്ടി രാഷ്ട്രീയത്തിനുള്ളിൽ അവരുടെ ചർച്ചയിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നല്ല തമാശയുണ്ട്. അങ്ങനെ നടന്നിട്ടില്ല എന്ന് ബഹുമാനായ VD സതീശൻ തന്നെ ഇന്ന് പത്രമാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. CPIM-ൽ അത് നടന്നിട്ടില്ല എന്ന് അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ. നോക്കൂ, ശരി, ചോദ്യത്തിലേക്ക് വരൂ. ശരി, വെറുതെ സമയം കളയണ്ടല്ലോ. ഏതായിരുന്നു ഒടുവിലായി ഞാൻ ചോദിച്ചത് VD സതീശന്റെ ആ പ്രസ്താവനയാണ്. താങ്കൾ എന്തായാലും സർക്കാരിൽ നിന്നും മാറിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് ചുരുക്കിയിട്ടുണ്ട്. ബി റജി, താങ്കൾ തന്നെ. അപ്പോൾ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ അതിലൊരു പങ്കുമില്ല. ഈ പീഠം കാണാതെ പോയതുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ അത്. അപ്പോൾ ആ പ്രസ്താവന VD സതീശൻ പിൻവലിക്കണം, അത് മതനിരപേക്ഷ ചേരിക്ക് ഏൽപ്പിച്ച പോറൽ തന്നെയാണ്, അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയെന്നൊരു പ്രതിപക്ഷ നേതാവ് അങ്ങ് പറയുകയാണ്. എന്ത് അടിസ്ഥാനത്തിൽ? അസിത, അത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കല്ലും നെള്ളിലും തെളിയട്ടെ. ഒരുപാട് ദുരൂഹതകൾ മറനീക്കി പുറത്തു വരാനുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും മലയാളികളും വേൾഡും ലോകം മൊത്തം ഏറ്റവും പവിത്രതയോടെ കരുതുന്ന ഒരു ശബരിമല ക്ഷേത്രത്തിലെ സംബന്ധിച്ച് അവിടെ നടക്കുന്ന ഓരോ ചലനങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വിഷയമാണ്. അവിടെ ഈ പീഠം, സ്വർണം പൂശിയ ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം, അതിൻ്റെ സ്വർണത്തിൻ്റെ സംബന്ധിച്ചും 99 സ്വർണം പൂശിയ ഒരു ദ്വാരപാലക കഥ, അതിൻ്റെ പീഠത്തിനെ സംബന്ധിച്ചും അത് വീണ്ടും സ്വർണം പൂശുവാനായി കൊണ്ടുപോയതും സംബന്ധിച്ച ദുരൂഹതകൾ അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം നടക്കട്ടെ. അത് 3 തരത്തിലുള്ള, നോക്കൂ, 3 തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ അന്വേഷണം ഒന്ന് തെളിഞ്ഞു വരട്ടെ, അത് പൊതുജനങ്ങളുടെ മുമ്പാകെ വരട്ടെ. അതിനുശേഷം പോരെ ആര് മാപ്പ് പറയണമെന്നോ ആരാ പ്രസ്താവന പിൻവലിക്കണമോ എന്നുള്ള ഒരു ചർച്ചയിലേക്ക് നമ്മൾ കടക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം കൂടി, NSS-ഉമായി ബന്ധപ്പെട്ട് VD സതീശന്റെയും കോൺഗ്രസിന്റെയും നിലപാട് ഒന്ന് തന്നെയാണോ? നോക്കൂ, NSS-ഉമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് ചിന്തിതമായ ഒരു തീരുമാനമല്ലേ എടുത്തിട്ടുള്ളത്. അതായത് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ തീരുമാനം കൈക്കൊണ്ടു. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ കോൺഗ്രസ് പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു വിഷയത്തിൽ ആ കാര്യത്തിൽ ഞങ്ങൾ പങ്കെടുക്കണമെങ്കിൽ 3 ചോദ്യങ്ങൾ കേരള സർക്കാരിനോട് ചോദിച്ചു. ആ 1, 2, 3 എന്നുള്ള ചോദ്യം, നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് ഭേദഗതി ചെയ്യാൻ തയ്യാറുണ്ടോ ആചാര ലംഘനം സംബന്ധിച്ച്? 2, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കുമോ? 3, ഇത് ഈ 10 വർഷം ശബരിമല വികസനത്തിന് ഒരു ചെറുവിരൽ പോലും അനക്കാത്ത നിങ്ങൾ ഈ ഒടുവിൽ ഭരണത്തിൻ്റെ അന്ത്യനാളുകളിൽ നിങ്ങൾ ശബരിമല വിഷയവുമായി വന്നത് ജനങ്ങളെ പറ്റിക്കാനല്ലേ, കബളിപ്പിക്കാനല്ലേ, വോട്ട് തേടിയല്ലേ എന്നുള്ള ചോദ്യത്തിന് ഈ നിമിഷം വരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഉണ്ടായില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് വ്യക്തമായ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്തു. എന്താണ്? ഞങ്ങൾ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നില്ല. ഇത് ഇടതുപക്ഷത്തിൻ്റെ CPM-ന്റെ ഒരു ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു തട്ടിപ്പാണ് എന്ന് ഉള്ള രീതിയിൽ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്തു. ആ രാഷ്ട്രീയ തീരുമാനം സംബന്ധിച്ച് NSS-ന് അവരുടേതായ നിലപാടുണ്ട്. നോക്കൂ, കേരളത്തിൽ സാമുദായിക സംഘടനകളുടെ എണ്ണം എത്രയാണെന്നറിയാമോ? 300 മുതൽ 350 വരെ സാമുദായിക സംഘടനകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അത് മനസ്സിലാക്കണം. ഈ സംഘടനകൾക്കെല്ലാം അവരുടേതായ വ്യക്തിത്വമുണ്ട്, അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാം. എല്ലാ സാമുദായിക സംഘടനകളുമായും അല്ലെങ്കിൽ എല്ലാ മതസംഘടനകളുമായും നല്ല നിലയിലുള്ള ബന്ധമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഇവരുടെ എല്ലാം വോട്ട് കോൺഗ്രസിന് ലഭിക്കാറുമുണ്ട്. അങ്ങനെയാണല്ലോ കോൺഗ്രസ് എത്രയോ കാലമായി അധികാരത്തിൽ വരുന്നത്. 18 സീറ്റ് ലോക്സഭയിൽ കിട്ടിയതും എല്ലാ സാമുദായിക സംഘടനകളിലും വിശ്വസിക്കുന്നവരുടെ വോട്ട് സമാഹരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ നിലപാടെന്ന് പറഞ്ഞ് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മതേതരത്വ നിലപാടാണ്. എല്ലാ സാമുദായിക സംഘടനകൾക്കും അവരുടെ അഭിപ്രായം പറയാനുണ്ട്. പക്ഷേ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്താൽ ആ രാഷ്ട്രീയ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. അതാണ് സുചിന്തിതമായ കോൺഗ്രസിൻ്റെ ആർജവത്തോടെയുള്ള നിലപാട്. കാരണം കോൺഗ്രസ് മതേതരത്വ, ജനാധിപത്യ, സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്ന, സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന എല്ലാ മതവിഭാഗങ്ങളെയും ഈ ബഹുസ്വരതയും ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ്. ഇവിടെ ബഹുമാനനായ ഡോക്ടർ സരീൻ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം. കേന്ദ്രത്തിൽ ഈ കേരളം വിട്ടുകഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരു മുന്നണിയുടെ ഭാഗമാണ്. അങ്ങ് കോൺഗ്രസിൻ്റെ മതേതരത്വ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ വിമർശിക്കുമ്പോൾ അതും കൂടി അങ്ങ് ദയവായിട്ട് മനസ്സിലാക്കണം. പിന്നെ ബഹുമാനനായ അഡ്വക്കേറ്റ് ലാൽ അദ്ദേഹം പറഞ്ഞു എന്താണ് ന്യൂയിസൻസ് വാല്യൂ ഉണ്ടെന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണമാണ്. കാരണം LDF സർക്കാരിനെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുന്ന ഒരു പാർട്ടിയും അതിൻ്റെ നേതാക്കൾക്കെതിരെയും ശക്തമായ വിമർശനം രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്തുനിന്നുണ്ടാകും. അത് സ്വാഭാവികമാണ്. അത് അത്തരത്തിൽ മാത്രമാണ് ഞാൻ അതിനെ കാണുന്നത്. ശരി.